Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Good morning, Miss. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എനിക്ക് തോന്നുന്നു യൂണിറ്റ് 8 അല്ലേ കംപ്ലീറ്റ് ചെയ്തത്? അതെ മിസ്, അതെ. ഓക്കെ, യൂണിറ്റ് 8ന്റെ മോക്ക് ടെസ്റ്റ് ഇടാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി. പ്രേയർ ആരാണ്? ഞാനാണ് മാം, ഹബീബ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിച്ചിടാം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിച്ചിടാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. വളരെ മനോഹരമായിട്ട്. ഓക്കെ, പറഞ്ഞോട്ടെ പറഞ്ഞോടാ മാം. ഞാനിന്ന് തമിഴിലെ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തമിഴിൽ പ്രസന്റ് ചെയ്യണോ മലയാളത്തിൽ പ്രസന്റ് ചെയ്യണോ? തമിഴില് പ്രസിദ്ധ ചെയ്തിട്ട് ഞങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ മാം. ഞാൻ തമിഴിൽ തിരുവള്ളുവർ എന്ന ഒരു തത്വചിന്തകനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പക്ഷെ അറിയാത്ത ആൾക്കാർക്കും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. திருவள்ளுவர். பொதுவாக வள்ளுவர் என்று அழைக்கப்படும் திருவள்ளுவர் இந்திய கவிஞனும் தத்துவ ஞானியும் ஆவார். அறநெறி, அரசியல், பொது அறநெறி, அரசியல், பொருளாதார மற்றும் காதல் ஆகிய இரண்டின் தொகுப்பாக திருவள்ளுவரின் அரசியராக அவர் அறியப்படுகிறார். இந்திய ஊரை தமிழ் இலக்கியத்தின் ஒரு ஆமண மற்றும் புரவலாக பார்க்கப்பட்டு படிப்பாக கருதப்படுகிறது. അതായത് തിരുവള്ളുവർ സാധാരണ വള്ളുവർ എന്നറിയപ്പെടുന്നു. ഒരു ഇന്ത്യ കവിയും തത്വചിന്തകനുമായിരുന്നു. ധാർമ്മികത, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങൾ, പ്രണയം എന്നിവയെക്കുറിച്ച് ഈരടികളുടെ സമാഹാരമായ തിരുക്കുറളിന്റെ രചയിതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തമിഴ് സാഹിത്യത്തിലെ സാധാരണവും വ്യാപകമായി വിലമതിക്കപ്പെടുന്നതുമായ ഒരു കൃതിയായി ഈ വാചകം കണക്കാക്കപ്പെടുന്നു. അതിൽ തിരുക്കുറളിനെ കുറിച്ച് പറയാമോ? திருக்குறள் 133 அதிகாரங்கள் உள்ளன. ஒவ்வொரு அதிகாரத்திலும் 10 குறள்கள் உள்ளன. அதாவது திருக்குறள் மொத்தம் 1333
130 குறள்கள் உள்ளன. തിരുക്കുറളിന് 133 അധികാര പരിധികളുണ്ട്. ഓരോ ശക്തിക്കും 10 കുറലുകളുണ്ട്. അതായത് തിരുക്കുറളിൽ ആകെ 1330 കുറലുകൾ ഉണ്ട്. അതിൽ ഞാൻ ഒരു കുറൽ മാത്രം ഇന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം മാം. ഇന്നാ ചെയ്താറെ ഒരുത്തർ അവർ നാണ് നന്മയും ചെയ്തുവിടൽ. ഇത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് വേണ്ട, പകരം അവന് നന്മ ചെയ്യുക. അവന്റെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ മറക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. அனைவருக்கும் இந்த வகுப்பிற்கு மேமுக்கும் நண்பர்களுக்கும் அன்பாக வரவேற்கிறேன். Thank you. Welcome to the ma'am. Welcome my friends and thank you ma'am. Thank you friends. Sign in by Jyoti ma'am. Thank you. ജ്യോതി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി പിടിച്ചു. Thank you ma'am. Thank you. ഞാൻ കേട്ടിട്ടുണ്ട് ആളെ കുറിച്ച്. പക്ഷെ ആര് പറഞ്ഞത് മോൻ തമിഴ് അറിയണേണോ? അതെ ma'am, ഞാൻ തമിഴാണ്. ഓക്കെ ജ്യോതി. Thank you. അത് ഇതുപോലെ നിറയെ ഉണ്ട് മാം. ഞാൻ ഇനിയിപ്പോ ഓരോ ക്ലാസ്സിലും കോഴ്സിന് പകരം ഞാൻ തമിഴില് ഈ തിരുക്കുറൾ പറഞ്ഞിട്ട് അതിന്റെ മലയാളം മീനിങ് ഞാൻ പറഞ്ഞു തരാം മാം. താങ്ക് യു മാം. കോട്ട് ആരാ പറയുന്നേ? തോട്ട് ഓഫ് ദി ഡേ. തോട്ട് ഓഫ് ദി ഡേ ആയിരുന്നോ? സൈനിൻ അല്ലായിരുന്നു? അടുത്തത് കോട്ട് ഓഫ് ദി ഡേ പറയാം. ആരാണത്? ഞാൻ പറയാം മാം. ഓക്കെ പറഞ്ഞോളാം. Okay. The future depends on what you do today. Written by Mahatma Gandhi. Thank you, ma'am. ഓക്കെ. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ചാപ്റ്ററിന്റെ പേര് ഹെൽത്ത് കെയർ ആണ്. ഞാൻ ചാപ്റ്റർ 4 എടുത്ത സമയത്ത് ഒരു കാര്യം നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ. ആ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ പ്രിപ്പയർഡ് അല്ലേ? എല്ലാവരും ഒന്ന് എടുത്തേ. ഓക്കെ, എല്ലാവരും എടുത്തോ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മോന്റെ കാർഡ്, ഇത് ഏതാണ് നമ്മളുടെ കേരളത്തിലെ ഉണ്ടോ ഈ കാർഡ് എടുത്തിരിക്കുന്നത്, മാതൃശിശു സംരക്ഷണ കാർഡ്. പുതിയ കാർഡാണ്. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും പുതിയ വാക്സിൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്തോളാം. ഓക്കെ, ആര് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നേ? ഞാൻ പറയാം മാം. ഓക്കേടാ. ഫസ്റ്റ് ബേർത്തിന്റെയാണ് മാം. ബേർത്തിന് വരുന്നത് നമ്മൾ BCG, ബെസിലസ് കാൽമേറ്റ് ഗ്യൂറിൻ പറയുന്നതാണ്. അത് പ്രിവെൻഷൻ TBയും ആൻഡ് ബ്ലാഡർ ക്യാൻസറിനെയാണ് അത് പ്രിവെൻഷൻ ചെയ്യുന്നത്. ബ്ലാഡർ ക്യാൻസർ. പിന്നെ നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ OPV 0 ഡോസ്, അത് പോളിയോ വാക്സിൻ ആണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ B1, അത് ഹെപ്പറ്റൈറ്റിസ് ബിനുള്ളതും. പിന്നെ 6th വീക്കിലുള്ളത് മാം DTP1, ഡിപ്തീരിയ, ടെറ്റനസ്, പെർട്ടോസിന്റെ മൂന്നിന്റെയും 6th വീക്കത്തെ DTP1 പറഞ്ഞിട്ട് അതുണ്ട് മാം. പിന്നെ IPV1 ആണ്, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതും പോളിയോ വാക്സിൻ തന്നെയാണ് മാം. പിന്നെ ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ പറയും, HIB1, കോൾഡും ഫ്ലൂവും വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വാക്സിൻ ആണത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B2, റോട്ട വൈറസ്, PCV1, ഇത് ഇത്രയാണ് 6th വീക്കിൽ കൊടുക്കുന്നത് മാം.
PCV1 വന്നിട്ട് ന്യൂമോണിയ വരാതിരിക്കാൻ കൊടുക്കുന്നതാണ്. DPT ഇല്ലേ, അത് കൊടുക്കുന്നുണ്ടോ? DTP1 കൊടുക്കുന്നു മാം. ഓക്കേടാ, എന്തേലേ DPTയുടെ ഇതില്ല. അതുണ്ട് മാം, അതും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ IP1 ഉണ്ട്, PCV1 ഉണ്ട്. ന്യൂമോണിയയുടെയും അത് പറഞ്ഞോ? പാൻറ്റ ഇല്ല. HIV1 ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിന്റെ ഉണ്ട്, B2 ഉണ്ട്. ഓക്കേടാ, അതുകൊണ്ട് പിന്നെ റോട്ട വൈറസിന്റെ ഒന്നുണ്ട്. ഫസ്റ്റ് ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് പിന്നെ അതൊക്കെയാണ് നമ്മൾ ഈ 6th വീക്കിൽ വരുന്നത്. 10th വീക്കിലാണെങ്കിൽ DTP2 നമ്മൾ നേരത്തെ കൊടുത്ത് ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ടായിരുന്നു. സെക്കൻഡ് ഡോസ് 10th വീക്ക് ഉണ്ട്. അതേപോലെ IPV സെക്കൻഡ് ഡോസ്, HIV-ന്റെ സെക്കൻഡ് ഡോസ്, ഹെപ്പറ്റൈറ്റിസിന്റെ B3, റോട്ട വൈറസ് സെക്കൻഡ് ഡോസ്, PCV2 നമ്മൾ നേരത്തെ കൊടുത്തതിന്റെയൊക്കെ സെക്കൻഡ് ഡോസ് നമ്മൾ 10th വീക്ക് കൊടുക്കുന്നുണ്ട്. 6th വീക്ക് കൊടുത്തതിന്റെയൊക്കെ സെക്കൻഡ് ഡോസ്. അതേപോലെ അതിന്റെയൊക്കെ തേർഡ് ഡോസ് ആണ് 14th വീക്കും കൊടുക്കുന്നത്. DTP, IPV അതെല്ലാം തേർഡ് ഡോസ് നമ്മൾ 14th വീക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്ന 6ാം മാസമാണ് IIV1 പറയും, ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ. അത് നമ്മൾ ഫ്ലൂ തടയാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ. ദാറ്റ് മീൻസ് ഇതുപോലെ ഓറൽ വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത്. IIV ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ. പിന്നെ TCV ടൈഫോയിഡ് കോൺജുഗേറ്റ് വാക്സിൻ 6ാം മാസം കൊടുക്കുന്നതാണ് മാം. അത് 9th month ആണോ മാം? എടാ അത് മോനെ കുറച്ച് പഴയതാണ് പറയണത്, ലേറ്റസ്റ്റ് അല്ല കേട്ടോ. ലേറ്റസ്റ്റ് ആരെങ്കിലും കയ്യിലുണ്ടോ? മാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇല്ല കേട്ടോ, എന്താടാ കിട്ടിയില്ല. ഞാൻ 25 ആണ് എഴുതിയിരിക്കുന്നത്. 25, 26. ഞാനും ഇപ്പൊ എന്റെ മോളുടെ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. മോൾക്ക് ഇപ്പൊ 8 months ആയിട്ടുണ്ട്. അപ്പൊ അവളുടെ ബുക്ക് വെച്ചിട്ടാണ്. അതായിരിക്കും കറക്റ്റ്. കാരണം മാറ്റമുണ്ടോ മോനീഷോ? ഞാൻ എന്റെ കയ്യിലുള്ള ബുക്കിലും കുറച്ചും കൂടി വാക്സിൻസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓരോ ടൈം ടു ടൈം ആഡ് ഓൺ ആവുന്നുണ്ട്. അപ്പോ അതിൽ കുറച്ച് ഞാനിവിടെ ചെന്നൈയിൽ നാട്ടിലുള്ളതുമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ രണ്ടിലും നമ്മുടെ നാട്ടിലുള്ളതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചെന്നൈയിലുണ്ട്, അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കുഴപ്പമില്ലല്ലോ മാം? കുഴപ്പമൊന്നുമില്ല. ജോലി ഒരു മിനിറ്റ് സിന്ധു പ്രസന്റ് അതിനായിട്ട് ജോലിക്ക് തരാട്ടെ. ഓക്കെ, എനിക്ക് ഞാൻ മാമിന് ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇല്ലടാ, ഞങ്ങക്ക് അറിയാത്ത എന്തെങ്കിലും വാക്സിൻ അവിടെ ഉണ്ടോന്ന് അറിയാലോ. ഞങ്ങൾ വേറെ സ്ഥലത്താണല്ലോ. ഒന്ന് നോക്ക്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ മാം? ഇല്ല, കുഴപ്പമില്ല. ഡീറ്റെയിൽ ആയിട്ട് വേണം. ചെറുപ്രായത്തിലുള്ള കുട്ടികളിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള പോളിയോ, ക്ഷയരോഗം എന്നിങ്ങനെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ജനിച്ച ഉടൻ മുതൽ ഏതാണ്ട് ഒരു 16 വയസ്സ് വരെയുള്ള വളർച്ചാ കാലഘട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കേണ്ട വാക്സിനേഷൻ ഷെഡ്യൂൾ, അതായത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇപ്പോഴത്തെ കാലയളവിലുള്ളത്. അപ്പോൾ ജനിച്ച ഉടൻ ഫസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് BCG ആണ്. ബാസിലസ് കാൽമറ്റി ഗ്വരെ എന്ന് പറയും. BCG അതായത് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വാക്സിനേഷനാണ് BCG. ഇപ്പൊ ഇതൊരു സബ്ക്യൂട്ടിനസ് ഇഞ്ചക്ഷൻ ആയിട്ട്, അതായത് തൊലിയുടെ അടിയിൽ എടുക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ജനിച്ച ഉടൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ കൊടുക്കുക. അപ്പൊ ഏർലി ആസ് പോസിബിൾ നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഡിലേ വന്നാൽ 1 വയസ്സിനുള്ളിൽ തന്നെ BCG എടുത്തിരിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പൊ എന്നാൽ ഇപ്പൊ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ കുട്ടികളിലാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ AIDS അണുബാധയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് BCG എടുക്കാറില്ല. ഇപ്പൊ BCG വാക്സിൻ ഇടത് കൈയുടെ ഷോൾഡറിലായിട്ടാണ് എടുക്കുന്നത്. ഇതൊരു യൂണിവേഴ്സൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന, എല്ലായിടത്തും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ BCG എടുത്ത ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു സ്കാറിങ്, ഒരു അടയാളം കാണുന്നുണ്ട്. അപ്പോൾ ആ BCG എടുത്തതിന് ശേഷം ചെറിയൊരു തടുപ്പ് രൂപപ്പെടും. അതിനുശേഷം അത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഒരു ചെറിയ അൾസർ പോലെ രൂപപ്പെട്ടിട്ട് അത് പൊട്ടി
BCG സ്കാറായിട്ട് മാറും. അപ്പൊ അതിങ്ങനെ ഒരു അത് കോമൺ ആണ്. ചിലരിൽ സ്കാറിങ് ഇല്ലാതെ ഉണ്ടായേക്കാം, അതിനകത്തിൽ നോ പ്രോബ്ലം. ചിലർക്ക് അതിങ്ങനെ ഒരു അച്ചു കുത്തിയിരിക്കുന്ന പോലെ ഒരു സ്കാറിങ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ്. അത് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. HIV അണുബാധ പോലെ തന്നെ ബ്ലഡിലൂടെ അണുക്കൾ പകർന്ന് കുട്ടികളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാൻ ചാൻസ് ഉള്ള ഒരു അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ലിവർ, ഇതിപ്പോൾ നമ്മുടെ ലിവറിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന ഇപ്പോൾ ലിവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ലിവർ ക്യാൻസർ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 0 ഡോസ് ആണ് നമ്മൾ ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾക്ക് നൽകുന്നത്. സോ 0 ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്നാണ് നമ്മൾ ഇതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത് കൊടുക്കുന്നത് OPV, ഓറൽ പോളിയോ വാക്സിൻ. ഇപ്പൊ ജനിച്ച് 12 മണിക്കൂറിനകം കുട്ടികൾക്ക് കൊടുക്കേണ്ട വാക്സിൻ ആണ് OPV, ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന വാക്സിൻ ആണ് OPV. ഇതൊരു ഓറൽ ഡ്രോപ്സ് അഥവാ തുള്ളിമരുന്നായിട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇൻ കേസ് 12 മണിക്കൂറിനുള്ളിൽ കുട്ടികൾക്ക് OPV നൽകാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ദിവസത്തിനകം അത് മസ്റ്റായിട്ട് നൽകിയിരിക്കണം. പിന്നെ അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 1.5 മാസത്തിലാണ് പിന്നീട് കുട്ടികൾക്ക് വാക്സിൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് OPV ആണ്, ഓറൽ പോളിയോ വാക്സിൻ ആണ്. പിന്നെ പെൻഡാവാലന്റ് വാക്സിൻ. ഇപ്പോൾ പെൻഡാവാലന്റ് എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 5 അസുഖങ്ങൾ വരാതിരിക്കാൻ അതിനെതിരായിട്ട് കുട്ടികൾക്ക് നൽകുന്ന കമ്പൈൻഡ് വാക്സിൻ ആണ് പെൻഡാവാലന്റ് വാക്സിൻ. ഇപ്പൊ മുൻപൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഒന്നിച്ചാണ്. കാരണം മുൻപ് ഇത് എടുക്കുന്ന സൈഡ് എഫക്റ്റ് കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പൊ അത് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, മീസസ്, മംസ്, റുബല്ല, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നിങ്ങനെയുള്ള 5 അസുഖങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിൻ ആണ് പെൻഡാവാലന്റ് വാക്സിൻ. എന്തോ മാം? പെൻഡാവാലന്റ് വാക്സിന്റെ അസുഖങ്ങൾ മാറിപ്പോയോ? ഇല്ല, ഹെപ്പറ്റൈറ്റിസ് ബി, മീസസ്, ഡിഫ്തീരിയ മാം, ഡിഫ്തീരിയ, ടെറ്റനസ്, പിന്നെ അതാണ് പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഡിപ്തീരിയ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ഹീമോഫീലിയസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണോ? അങ്ങനെയാണോ? MMR ഇല്ലല്ലോ, MMR വരുന്നില്ല. മെനിഞ്ചൈറ്റിസ്, അതിനും കൂടി വേണ്ടിട്ടാണ് പെൻഡാവാലന്റ് 5 ആക്കി എടുക്കുന്നത്. ഏതാണ് മെനിഞ്ചൈറ്റിസ്? നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അത് ന്യൂമോണിയയുടെ വാക്സിനാണ്. അത് വേറെ ന്യൂമോകോക്കൽ വേറൊരു വാക്സിൻ ഉണ്ട്, PCV ആണോ? PCV1 അതിന്റെ ഈ പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ 5 അസുഖങ്ങൾക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ് മാം? ഞാൻ ടെറ്റനസ് പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് ബി, ഞാൻ എഴുതിയിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, മീസസ്, മംസ്, റുബല്ല, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. മീസിൽസ്, മംസ്, റുബല്ല അത് MMR ആണ്. അത് MMR ആണ്. എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പോഴേ MR എന്നും ഉണ്ട് MMR എന്നും ഉണ്ട്. അപ്പൊ അതിലെനിക്ക് വാക്സിൻ MMR എന്ന് പറയുന്നത് മംസും കൂടി കൂടിയിട്ട് അത് നമ്മൾ 16 to 24 മന്ത്സിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത് ഈ 5 അസുഖങ്ങൾക്കുള്ളതാണ്. ഡിഫ്തീരിയ, പെർട്ടുസൈറ്റിസ്, ടെറ്റനസ്, ആ ഒരു 5 അസുഖങ്ങൾക്കുള്ളതാണ്. അതൊന്ന് തിരുത്തേക്കട്ടെ. ഓക്കെ മാം, അതൊന്ന് ഇത് ചെയ്തേക്ക്. കമന്റ് ഇട്ടിട്ടുണ്ട് ഡിഫ്തീരിയ, ടെറ്റനസ്, ഈ വൂഫിംഗ് കഫിൽ തന്നെയാണ് പെർട്ടുസിസ് എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി, ടൈപ്പ് ബി, H. ഓക്കെ, കമന്റ് ഇട്ടത് കറക്റ്റ് ആണ്, ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ മാം.
എടാ 6th വീക്കിൽ ആ വാക്സിൻ അത് നമ്മുടെ ഡിഫ്തീരിയ ടെറ്റനസ് പെർtussis എന്ന് പറയുന്ന വാക്സിൻ എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുപോകുന്ന വാക്സിൻ ആണ് ഏത് പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. 5 വാക്സിനും കൂടി ഒരുമിച്ച് കൊടുക്കാണ്. അപ്പോ 3 പ്രാവശ്യം കുത്തനേക്കാളും നല്ലത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത്രയും വേദന കുറവ് മതിയല്ലോ. അതേപോലെ തന്നെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പനിച്ച് മാറിക്കോളും. കുറച്ച് സൈഡ് എഫക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് വാക്സിൻ. ഓക്കെ ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. പിന്നുള്ളത് മൂന്നാമത് എടുക്കുന്നത് IPV ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ ആണ്. ഇപ്പൊ പോളിയോ രോഗത്തെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഇൻജെക്റ്റബിൾ രൂപത്തിൽ ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്ന വാക്സിൻ ആണ് IPV അഥവാ ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റൊട്ടാ വൈറസ്, അതിന്റെ ഫസ്റ്റ് ഡോസ്. വയറിളക്കം, ഡയറിയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. അപ്പോൾ കുട്ടികളിലാണ് മെയിൻ ആയിട്ട് ഇത് പിടിപെടുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്ക് റൊട്ടാ വൈറസ് ഫസ്റ്റ് ഡോസ് നൽകുന്നത്. അപ്പൊ ഇതൊരു ഓറൽ ഡ്രോപ്സ് അഥവാ തുള്ളിമരുന്നായിട്ടാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ 5ാമത് PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റീവ് വാക്സിൻ, അതിന്റെ ഫസ്റ്റ് ഡോസ്. ഇപ്പൊ കുട്ടികളിൽ ന്യൂമോണിയ, മെനിഞ്ചിറ്റൈസ്, അതുപോലെ ബ്ലഡിൽ വരുന്ന ഇൻഫെക്ഷൻസ് തുടങ്ങിയ ഇവയ്ക്കൊക്കെ കാരണമാകുന്നത് ഒരു ബാക്ടീരിയ ആണ്. അപ്പം ആ ബാക്ടീരിയക്ക് എഗൻസ്റ്റ് ആയിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് PCV ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്നത്. പിന്നെ ഉള്ളത് 2.5 മാസത്തിലാണ്. 2.5 മാസത്തില് ഫസ്റ്റ് OPVയുടെ സെക്കൻഡ് ഡോസ്, അത് ഓറൽ ഡ്രോപ്സ് ആയിട്ട് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കൊടുക്കുന്നത് റോട്ടാ വൈറസ് സെക്കൻഡ് ഡോസ്, അതിൽ ഓറൽ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ മൂന്നാമതുള്ളത് പെൻഡാവാലന്റ് വാക്സിൻ ആണ്, അതിന്റെ സെക്കൻഡ് ഡോസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ 3.5 മാസത്തില് 1.5 മാസത്തിൽ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷന്റെ ബൂസ്റ്റർ ഡോസ് ആണ് 3.5 മാസത്തിൽ നൽകുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് OPV ഓറൽ ഡ്രോപ്സ് ആയിട്ട് ഓറൽ പോളിയോ വാക്സിൻ നൽകുന്നുണ്ട്. രണ്ടാമത് റൊട്ടാ വൈറസ് ഓറൽ ഡ്രോപ്സ് ആയിട്ട് നൽകുന്നുണ്ട്. മൂന്നാമത് ഈ പറഞ്ഞ പോലെ പെൻഡാവാലന്റ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്നുണ്ട്. 4ാമത് IPV ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്നുണ്ട്. 5ാമത് PCV സെക്കൻഡ് ഡോസ് ആണ് ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്നത്. പിന്നെ 9ാം മാസത്തിലാണ്. അപ്പൊ അതില് വിറ്റാമിൻ A ഓറൽ ഡ്രോപ്സ് ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ MR വാക്സിൻ, മീസിൽസും റുബെല്ലയും വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ, അതിന് എഗൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാക്സിൻ ആണ് MR വാക്സിന്. ഇതിന്റെ ഫസ്റ്റ് ഡോസ് ആണ് 9ാം മാസത്തിൽ കുട്ടികൾക്ക് നൽകുന്നത്, അതും ഇഞ്ചക്ഷൻ ആയിട്ടാണ് നൽകുന്നത്. പിന്നെ 3ാമത് PCVയുടെ ബൂസ്റ്റർ ഡോസ്, അതായത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റീവ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് ആണ് 3ാമത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 16 മാസം മുതൽ 24 മാസം വരെ, അതായത് 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ആ വളർച്ചാ കാലഘട്ടത്തില് ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് DPT ബൂസ്റ്റർ വാക്സിൻ ആണ്. ഡിഫ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ് തുടങ്ങിയ 3 അസുഖങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് DPT ബൂസ്റ്റർ ഡോസ് വാക്സിൻ. അതുപോലെ 2ാമത് കൊടുക്കുന്നത് വിറ്റാമിൻ A, അതിന്റെ സെക്കൻഡ് ഡോസ് ഓറൽ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നു. 3ാമത് MR വാക്സിൻ സെക്കൻഡ് ഡോസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നു. 4ാമത് JE ഫസ്റ്റ് ഡോസ്, അതായത് ജാപ്പനീസ് എൻസിഫിലാരിസ് എന്ന കൊതുക് പരത്തുന്ന ഒരു അസുഖത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന വാക്സിനേഷൻ ആണ് JE ഫസ്റ്റ് ഡോസ്. 5ാമത് OPV ബൂസ്റ്റർ ഡോസ് ഓറൽ ഡ്രോപ്സ് ആയിട്ട് നൽകുന്നു. പിന്നെ 5 മുതൽ 6 വയസ്സ് വരെയുള്ള ആ പ്രായത്തില്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ 5 വയസ്സിലാണ് സാധാരണ അത് എടുക്കുന്നതുള്ളത്. അപ്പോൾ അതില് ഫസ്റ്റ് DPT ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. പിന്നെ 10 വയസ്സിലാണ് ഇഞ്ചക്ഷൻ ഉള്ളത്. ടെറ്റനസ് ടോക്സോറിൻ അഥവാ TD അല്ലെങ്കിൽ TT വാക്സിൻ എന്നൊക്കെ നമ്മൾ പറയും, ഇഞ്ചക്ഷൻ ആണത്. ടെറ്റനസ് ടോക്സോറിൻ എന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് നൽകുന്ന വാക്സിൻ ആണ് TD or TT വാക്സിൻ. TD, TT എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട് ആ വാക്സിൻ. പിന്നുള്ളത് 16 വയസ്സിലാണ്. ഇതുപോലെ തന്നെ TT അല്ലെങ്കിൽ TD വാക്സിൻ ബൂസ്റ്റർ ഡോസ് ഇഞ്ചക്ഷൻ ആയിട്ട് നൽകുന്നു. ഓക്കെ സിന്ധു, ഇതിലില്ലേടാ വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ് വരെ പറഞ്ഞോളൂ. വൈറ്റമിൻ എ നമ്മൾ 6 മാസം കൂടുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് എപ്പോഴായിരുന്നു? 24 മന്ത്സിൽ 2 ഇയേഴ്സിൽ കൊടുത്തെങ്കിൽ, അതായത് 16 to 24 മന്ത്സിൽ സെക്കൻഡ് ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 ഇയേഴ്സ് ആവുമ്പോൾ വൈറ്റമിൻ എയുടെ തേർഡ് കൊടുക്കും. 4th 2.5 ഇയേഴ്സിൽ കൊടുക്കും. പിന്നെ വൈറ്റമിൻ എയുടെ 5th ഡോസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ്. അങ്ങനെ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മളങ്ങനെ 9
വൈറ്റമിൻ എയുടെ ഇത് കൊടുക്കാറുണ്ട്. വൈറ്റമിൻ എ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതുപോലെ IPV3 ഇല്ലേ, അത് 9ാം മാസം കൊടുക്കുന്നുണ്ട് കേട്ടോ. IPV3 നമ്മുടെ കേരളത്തില് ഇപ്പൊ വീണ്ടും IPV നമ്മുടെ എന്താണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, അത് 9 months കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവര് ആഡ് ഓൺ ചെയ്യണതാണ്. കാരണം ഇത് വെക്കാണ് ഇന്ന വാക്സിൻ ആണ്, നമ്മുടെ ബുക്കിൽ പ്രിന്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ആഡ് ഓൺ ചെയ്തിട്ട് എഴുതിയിട്ടാണ് അവർ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അടുത്ത മാസം MR എടുക്കേണ്ടി വരും, വൈറ്റമിൻ എ, PCVയുടെ ബൂസ്റ്റർ, IPV എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ സെറ്റാണ്. ഒക്കെയാണ്. പിന്നെ ആ പെൻഡാവാക്സിനെ മാത്രം അതെല്ലാവരും ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പ്രസന്റേഷൻ ആണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. MMR കുറിച്ച് പറഞ്ഞില്ല തോന്നുന്നുണ്ട് കേട്ടോ. MMR കുറിച്ച് പറഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചു. അതെനിക്ക് ആ അസുഖങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ വന്നോണ്ടാണ് മിസ് ഞാനത് വിട്ടില്ല. MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ്, റുബെല്ല, നമുക്ക് ഓരോ അസുഖങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ തന്നെ MMR കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ആ ടൈമിൽ നോക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ടായിരുന്നു പ്രസന്റ് ചെയ്തത്. താങ്ക് യു മാം. ഓക്കെ, ജോലി മിസ് ഇതിന്റെ കറക്റ്റ് ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് മിസ് ഒന്ന് ഞങ്ങൾക്ക് PDF ഇട്ട് തരാമോ? കാരണം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൺഫ്യൂസിംഗിലാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് ഇച്ചിരിക്ക് എനിക്ക് എല്ലാരും വായിച്ചപ്പോ എനിക്കൊന്ന് പെൻഡാവാലന്റ് ഞാൻ എഴുതിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. പഴയ പുതിയതാണ്. സിന്ധുവിന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവും, ഉണ്ടാവില്ലേ ഇതേപോലത്തെ ഒരു ബുക്ക്? ഇപ്പൊ നമുക്ക് ഈ അസുഖങ്ങളുടെ പേര് നമ്മളിപ്പോ അറിയാൻ വയ്യാണ്ട് ഇപ്പൊ പെൻഡാവാലന്റ് ചെക്ക് ചെയ്താലും വേറെ അസുഖങ്ങളുടെ പേരാണ് കോർഡിനേഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇല്ലടാ, പെൻഡാവാലന്റ് ഗൂഗിളിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കോ, അത് ഈ 5 അസുഖങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോ എനിക്ക് ഈ അസുഖങ്ങളുടെ പേരാണ്, അപ്പൊ അത് കാരണം ഞാനത് നോട്ട് ചെയ്തത്, വേറെ ഉണ്ടാവില്ല എന്ന് കരുതി. അപ്പൊ ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാനും ആലോചിക്കുന്നത്. കാരണം ഡിസ്റ്റീരിയൻ പെർസൈസും ടെറ്റനസും എന്തായാലും കൊടുക്കും. എന്റെ ഓർമ്മയില് മൂത്ത ആൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പെൻഡാവാലന്റ് അങ്ങനെ ആലോചിച്ചു, പെൻഡാവാലന്റിൽ അത് എന്താ വരാന്ന് ഞാൻ മീസിൽസിനും റുബെല്ലയ്ക്കൊക്കെ MMR അല്ലേ, പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ. ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഞാൻ പറയാൻ പോണത് കൺഫേം ചെയ്തിട്ട് ഞാൻ മോനോട് പറഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടായി ആ സമയത്ത്. ഞാൻ ഈ DPT എഴുതി വന്നപ്പോ അപ്പൊ ആ അസുഖങ്ങളുടെ പേര് അവിടെയും വന്നപ്പോ ഞാൻ കരുതി അങ്ങനെ തന്നെ ആവും എന്ന് കരുതിയിട്ടാണ് ഞാനതങ്ങ് എഴുതിയത്. കുഴപ്പമില്ല, എന്നാലും ആ ഒരു പെൻഡാവാലന്റ് മാത്രമേ അത്രയും പ്രശ്നം വന്നുള്ളൂ. നമുക്ക് ബാക്കിയൊക്കെ കറക്റ്റ് ആണ് ആള് പ്രസന്റ് ചെയ്തതില്. അപ്പൊ സിമ്പിൾ ഒരു കാര്യം ചെയ്യണം, ഈ ബുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കില്ലേ? ഞാൻ സ്കാൻ ചെയ്തിരുന്നോ? ഞാൻ അയച്ചു കൊടുക്കാം മാം. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്നായിരുന്നില്ലായിരിക്കും. മാം ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് ഞാൻ സ്കാൻ ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ജോലി പോയാ? ഇല്ല മാം, ഉണ്ട്. അവര് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ മാം പ്രസന്റ് ചെയ്തിട്ട് മാം ഞാൻ പിന്നെ ആയാലും എനിക്ക് കുഴപ്പമില്ല. അതല്ല, ഞങ്ങളുടെ ഇല്ലാത്ത ഏത് വാക്സിനാണ് തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യട്ടെ മാം? ഓക്കെ, ഏത് വാക്സിൻ ഇല്ലാത്തത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കേട്ടോ മാം? ഒന്നോടെ പറഞ്ഞ മാം, ക്ലിയർ ആയില്ല. എടാ, നമ്മളുടെ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാത്ത എന്തോ വാക്സിൻ തമിഴ്നാട്ടിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഏത് വാക്സിൻ ആണെന്ന് പറഞ്ഞാലും മതി. മാം, ഞാൻ തമിഴ്നാട്ടില് കേരളത്തിലൊന്നും സെപ്പറേറ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ രണ്ടിന്റെയും കൂടെ ആ ഇത് എടുത്തിട്ട് ഷെഡ്യൂൾ എടുത്തിട്ട് ഓരോ ഏജ് നോക്കി ബുക്കിൽ അങ്ങ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഏതാണെന്ന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇനി അത് സൊല്യൂഷൻ എടുത്തിട്ട് ഇനി ഷെഡ്യൂൾ എടുത്തിട്ട് ഞാൻ ഓരോന്ന് ഷെഡ്യൂൾ എൻ്റെ ഇരിപ്പുണ്ട് മാം. പക്ഷെ ഞാൻ ഷെഡ്യൂൾ എടുത്തിട്ട് ബുക്കില് നമ്മള് ആക്ടിവിറ്റി ചെയ്ത ബുക്കിനകത്തോട്ട് ഇത് ഏജ് അനുസരിച്ച് ഇപ്പൊ ബർത്ത് നോക്കിയിട്ട് രണ്ടിലേയും നോക്കിയിട്ട് ബർത്തിലുള്ളത് അങ്ങ് എഴുതി. അത് കഴിഞ്ഞ് 6 weeks നോക്കിയിട്ട് അതിൽ രണ്ടിലേയും നോക്കിയിട്ട് എഴുതി. പിന്നെ ചിലത് വരുമ്പോ ഇപ്പൊ 2.5 month കഴിഞ്ഞിട്ട് ചിലപ്പം 3.5 month നമ്മുടെ കാണത്തില്ല, അതിൽ കാണും. അപ്പൊ ഉടനെ അതില് 3.5 month എഴുതുക. അതിപ്പോ ചെന്നൈയിലേന്ന് ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് ബുക്കിൽ എഴുതി വെച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞേ. 3.5 month അതിനകത്തുണ്ട്. അതുപോലെ തന്നെ 6ാം മാസത്തില് നമ്മുടെ കേരളത്തിലുണ്ട്. അത് കഴിഞ്ഞ് 7ാം മാസത്തില് ചെന്നൈയിൽ ഉണ്ട്.
ഉണ്ട്, പക്ഷെ എന്നാ കേരളത്തിലില്ല. അപ്പൊ 7ാം മാസത്തിലേയും കൂടെ ബുക്കിൽ അങ്ങ് എഴുതി വെച്ചു. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആ 2ലും ഉള്ളത് നോക്കി എഴുതി വെച്ചു. ഓൺലി 9 മന്തിലെ MMR വാക്സിൻ നമ്മുടെ കേരളത്തിലേതിൽ കണ്ടില്ലെന്ന് തോന്നുന്നു. അത് ഞാൻ ചെന്നൈയിലെ നോക്കിയിട്ട് അപ്പൊ അത് 9 മന്തിലെ അതങ്ങ് എഴുതി. മിസൽ വാക്സിനും അതും 10ാം മാസത്തിലെ എനിക്ക് തോന്നുന്നു ചെന്നൈയിലേതിലേ കണ്ടിരുന്നു. ഓരോരുത്തരെ നോക്കിയിട്ട് അതാത് മാസം നോക്കിയിട്ട് അങ്ങനെ അങ്ങ് എഴുതി വെച്ചു. ഇനി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ അതിന് ഒന്നുകൂടെ എടുക്കണം. ഒന്നുകൂടെ എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഷെഡ്യൂൾ ഒന്നുകൂടെ എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എടുക്കാൻ ടൈം കാണും. എന്താ പറഞ്ഞാൽ മതിയടാ. നെക്സ്റ്റ് ക്ലാസ്സിലെ മോനത് നമ്മളുടെ ഇവിടെ ഇല്ലാത്ത വാക്സിൻ ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരും ചെയ്യിപ്പിക്കുന്നില്ല ഷെഡ്യൂള്. ഒരാൾ കറക്റ്റ് ആണ്, കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഈ സിന്ധു പറഞ്ഞതിൽ ഷെഡ്യൂളുകൾ ഏകദേശം എല്ലാം കറക്റ്റ് ആണ്, പുതിയതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുത്തിട്ട് 2ഉം കൂടെ ചേർത്തിട്ട് പറയാമോ? ഓക്കേടാ. അത് സിന്ധുവിന് അത് ആ ഒരു പേജ് ഒന്ന് വാങ്ങിക്കണോട്ടോ. ഈ വാക്സിനേഷൻ ഷെഡ്യൂളിന്റെ പേജ് ഒന്ന് വാങ്ങിച്ചിട്ട് ഞാനത് സ്കാൻ ചെയ്തിട്ടേക്കാം. ഇന്ന് സ്കാൻ ചെയ്തിട്ടേക്കാം. എന്റെ മോനെ കൊടുത്ത വാക്സിൻ ഡേറ്റുകളാണ് കേട്ടോ. ആൾക്കിപ്പോ അധികം ഏജ് ആയിരിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് വന്നത്. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു, ഹെൽത്തിലൊക്കെ ചോദിച്ചു ഇങ്ങനെ മാറ്റം ഉണ്ടോ, ഇത് വാക്സിൻ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനത് എഴുതിക്കൂട്ടാ വന്നത്. അതിൽ IPV 3rd ഡോസ് അത് നമ്മുടെ ബുക്കിലില്ലാത്തതാണ്. അതുപോലെ 6ാം മാസം 9ാം മാസം തൊട്ട് ടൈഫോയിഡ് വാക്സിൻ ഇവിടെ ചെന്നൈയിലുണ്ട്, പക്ഷെ നമ്മുടെ ബുക്കിൽ അത് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ ടൈഫോയിഡിന്റെ TCV എന്നൊരു വാക്സിൻ ഇവിടെ ചെന്നൈയിൽ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബുക്കിൽ അത് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ അതൊക്കെ ഇവിടെ പ്രൈവറ്റിൽ എടുക്കണ്ട്, ഗവൺമെന്റ് വഴി അതൊന്നും കൊടുക്കണില്ല എന്നുള്ളൂ. ഞാൻ പ്രൈവറ്റില് ഷെഡ്യൂൾ നോക്കി എഴുതിയ, പക്ഷെ പ്രൈവറ്റ് എന്റേതിലില്ല. എന്റെ മോന്റെ നോക്കിയാ ഞാൻ എഴുതിയ, എനിക്കറിയത്തില്ല. ഞാൻ എന്റെ മോന്റെ നോക്കി എഴുതിയതിനകത്ത് ഇല്ല. എന്നെ ഇവിടുന്ന് കിട്ടിയവരുടെ നിന്ന് വാങ്ങി ഷെഡ്യൂൾ എടുത്ത് എഴുതിയതാ. ഓക്കെ, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടേ ഏത് വാക്സിനും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് അപ്പോ ഇതാണ് സാധാരണയായിട്ട് നമ്മളുടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാക്സിനിന്റെ ഒന്ന്. എല്ലാ വാക്സിൻസും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും ഈ വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയാവോ, ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ഒരു സ്കൂളില് മംസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്താണ് മംസ്? മലയാളത്തിൽ എന്താ മംസിനെ പറയണേ? മുന്തിരിയല്ലേ? എനിക്കും വന്നിട്ടുണ്ട് കേട്ടോ മുന്തിരി ചെറുപ്പത്തിൽ. ഓക്കെ, ഷെറിന് കുറെ നാളായല്ലോ കണ്ടിട്ട്, ഇപ്പോഴാണ് കാണുന്നത്. ഞാനൊരു സ്ഥലത്ത് ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുട്ടികൾക്ക് എക്സാമും കൂടി തുടങ്ങിയത് കൊണ്ട് പിന്നെ ഇനിയിപ്പോ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ 1 മാസം നിന്നു, നിർത്തി. അത് കഴിഞ്ഞിട്ട് കുറെ നാളെ കണ്ടിട്ട് പെട്ടെന്ന് വന്നപ്പോ റെക്കോർഡ് ക്ലാസ് കേൾക്കുമായിരുന്നു. അപ്പൊ അത് അത്രയും ദിവസം. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിസ്. അത് മോണ്ടിസോറി ബേസ് ചെയ്ത് തന്നെ പോകുന്നൊരു സ്കൂളായിരുന്നു. പറ്റിയായിരുന്നു. കൂടുതൽ ആക്ടിവിറ്റീസ് ആയിരുന്നു അവിടെ കൂടുതലും. 2 ദിവസം ക്ലാസ്, പിന്നെ 3 നമ്മളെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. കുറെ ഉണ്ടാക്കാനുള്ള കുറെ ഐറ്റംസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ കുറെ കൂടുതൽ തെർമോകോൾ ബേസ് ചെയ്ത് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ, ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട്. ഡേ ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾസ് ഡേ, ബ്രൗൺ ഡേ. അപ്പൊ ഇങ്ങനെ ബ്രൗൺ കളറിൽ ഏതെങ്കിലും ആനിമൽസിനെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു അവിടെ. അതെ മിസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്, ടീച്ചിങ് ഷെഡ്യൂളുകൾ നിങ്ങൾ ചെയ്തില്ലേ? അതേപോലെ ആ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം കേട്ടോ. ഷുവർ മിസ്, ഷുവർ. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഈ വാക്സിൻ ഏകദേശം സിന്ധു പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ്. ഞാൻ കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാം. ഇനി ഞാൻ
മിസ്സിന്റെ Add കയ്യിൽ on ഏത് വർഷത്തെയുള്ള എന്താണ്? മിസ്സിന്റെ കയ്യിൽ ഏത് വർഷത്തേതാള്ള? ഇത് 2023 23 എന്റെ കയ്യില് 2024 24 25 2023 അവസാനമായിട്ട് മാറിയത്. ഈ ബുക്ക് മാറിയത് മാം ഞാൻ ഷെഡ്യൂൾ എടുത്ത് ഞാൻ പറയട്ടോ മാം, ഇവിടുത്തെ ചെന്നൈയിലെ മാത്രമായിട്ട് പറയട്ടോ. ചെന്നൈയിലെ ഷെഡ്യൂൾ ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പോയി എടുത്തു. ഞാൻ ചെന്നൈയിലെ മാത്രമായിട്ട് പറയട്ടോ. ഓക്കെ ഓക്കെ പറഞ്ഞോളാം. ചെന്നൈയിലെ ബർത്തില് BCG, ഹെപ്പ് B1, OPV ഈ 3 എണ്ണം. അതിനുശേഷം 6 വീക്സിലെ DTWP, DTAP1, HIB1, IPV1, ഹെപ്പ് B2, PCV1, റോട്ട1. പിന്നെ 10 വീക്സ് ആകുമ്പോൾ DTWP, DTAP2, HIB2, IPV2, ഹെപ്പ് B3, PCV2, റോട്ട2. പിന്നെ 14 വീക്സില് DTWP, DTAP3, HIB3, IPV3, ഹെപ്പ് B4, PCV3, റോട്ട3. 6 മന്ത്സിൽ ഇൻഫ്ലുവൻസ 1, 7 മന്ത്സിൽ ഇൻഫ്ലുവൻസ 2. ഈ 7 മന്തിലൊന്നും നമ്മുടേത് ഞാൻ കണ്ടില്ല, എൻ്റെ ഇതിൽ ഇല്ലേ. പിന്നെ 6 to 9 മന്ത്സിൽ ടൈഫോയിഡ് വാക്സിന്, പിന്നെ 9 മന്തിൽ തന്നെ MMR ഈ മംസിനും മെസിൽസിനും ഒക്കെ ഉള്ളത്. പിന്നെ 12 മന്ത്സിൽ ഹെപ്പറ്റൈറ്റിസ് A, 12 to 15 മന്ത്സിൽ PCV ബൂസ്റ്റർ, പിന്നെ 15 മന്ത്സിൽ MMR2, പിന്നെ 16 to 18 മന്ത്സിൽ DTWP, DTAP, HIB, IPV. Then 18 to 19 മന്ത്സിൽ ഹെപ്പറ്റൈറ്റിസ് A, 4 to 6 years അല്ല 18 to 19 മന്ത്സിൽ കഴിഞ്ഞ് 4 to 6 yearsൽ DTWP, DTAP, IPV, MMR3. 9 to 15 yearsൽ HPV2 ഡോസസ് ഗേൾസിന് മാത്രമായിട്ട്. പിന്നെ 10 to 12 yearsൽ DT, DAP, TD. പിന്നെ 2nd, 3rd, 4th and 5th ഇയറിൽ ആനുവൽ ഇൻഫ്ലുവൻസ വാക്സിന്. ദെൻ അഡീഷണൽ ആയിട്ട് കുറച്ച് ചിക്കൻ ബോക്സ്, ഡിപ്തീരിയ, ഹിബ്, ഹെപ്പറ്റൈറ്റിസ് A, Bക്ക് അഡീഷണൽ ഇൻഫ്ലുവൻസ, ഫ്ലൂവിന് അഡീഷണൽ മിസിൽസ്, മംസ്, പെർട്ടുസിസ്, പോളിയോ, ന്യൂമോകോക്കോൾ, റോട്ട വൈറസ്, റുബല്ല, ടെറ്റനസ്. ഇത്ര എണ്ണത്തിന് കുറെ അഡീഷണൽ വാക്സിൻ ഇത്രയും കാര്യങ്ങൾ ചെന്നൈയിലെ ഈ ഷെഡ്യൂളിനകത്ത്. ഷെഡ്യൂൾ നോക്കി ഞാൻ പറഞ്ഞതാ, എനിക്കറിയത്തില്ല ചെന്നൈയിലെ ഷെഡ്യൂള്. അത് 9 മന്ത്സില് ഇവിടെയാണ് ചെന്നൈയിലത്തെ വാക്സിൻ ആണ് ജോലി പറഞ്ഞത്. ചെന്നൈയിലെ വാക്സിൻ. അതുകൂടാതെ കേരളത്തിലെ എന്റെ മോന്റെ നോക്കി അത് ഞാൻ കേരളത്തിലെ ഇത് രണ്ടും ഞാൻ ബുക്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ മാമിനോട് പറഞ്ഞേ. ജോലി അവിടുത്തെ വാക്സിനാ പറഞ്ഞേട്ടാ. നമ്മുടെ വാക്സിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ വാക്സിൻ കുറവാന്ന് തോന്നുന്നുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് രണ്ടും ബുക്കിൽ അങ്ങ് ആഡ് ചെയ്ത് വെച്ചു, ചെന്നൈയിലെ നമ്മുടെ. ഇപ്പൊ ഇവിടെ ഇതിനകത്ത് നോക്കിയപ്പോ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് നോക്കാം ചെന്നൈയിൽ നോക്കുമ്പോ. അപ്പൊ ഞാൻ അത് രണ്ടും കൂടെ അങ്ങ് എഴുതി വെച്ചു. പക്ഷെ ഐഡന്റിഫൈ ചെയ്ത് ബുക്കിൽ എഴുതിയില്ല. ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എഴുതി, ഐഡന്റിഫൈ ചെയ്ത് ബുക്കിൽ എഴുതണ്ടെന്ന് എഴുതി. ഇപ്പൊ മാം പറഞ്ഞപ്പോ ഞാൻ പോയി ഷെഡ്യൂൾ എടുത്തോണ്ട് വന്നതാ ചെന്നൈയിലെ മാത്രമായിട്ട്. അപ്പൊ ഏത് വാക്സിനാണ് ഏത് അസുഖത്തിനാണെന്ന് പറഞ്ഞത് നന്നായി. കുഴപ്പമില്ല, പറഞ്ഞത് നന്നായി. കാരണം ഞങ്ങൾക്ക് ഒരുപാട് വാക്സിൻസ്, അറിയാത്ത വാക്സിൻസിന്റെ പേര് ഒരുപാട് വാക്സിൻസ് നമ്മുടെ നിന്ന് അഡീഷണൽ ഉണ്ട് ചെന്നൈയിൽ. ഇത് നമ്മൾ ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി വാക്സിൻ അഡീഷണൽ ഉണ്ട്. നമുക്കും അഡീഷണൽ ആയിട്ട് ഒരുപാട് ഇല്ലേ? പ്രൈവറ്റ് നമുക്ക് എടുക്കാം. പക്ഷെ കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ എന്താ പറയാ, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വാക്സിൻസ്, നിർബന്ധമുള്ള വാക്സിൻസ് അവർ ഇങ്ങോട്ട് പറയാറുണ്ട് പുറത്തുനിന്ന് എടുക്കണം. MMR എന്ന് പറയുന്ന വാക്സിൻ നമുക്ക് ഹെൽത്തിൽ കിട്ടില്ല. നമ്മുടെ ഹെൽത്തിൽ നിന്നല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ പുറത്തുനിന്നാണ്, പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കുന്നത്. MMR വാക്സിൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ മക്കൾക്ക്? ഞാൻ എടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട് മാം, പ്രൈവറ്റ് ആയിട്ട്. ഞാൻ MMR വാക്സിൻ സോറി മംസ്, മീസിൽസ്, റുബല MMR. ഏതൊക്കെയാണ്? മീസിൽസ്, മംസ്, റുബല. 2015 മിസ് നിർത്തലാക്കിയത്? എന്താണ്? മുണ്ടിനീരിൻ്റെത് 2015 നിർത്തലാക്കിയത്. വാക്സിൻ അതിന് മുന്നേ ഇല്ലേനാ? അതിന് മുന്നേ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കൊണ്ടുവന്നത് MMR എന്ന് പറയുന്നത്. ഈ വയനാട്ടിലെ ഇത് ഇഞ്ചക്ഷൻ നമ്മൾ പ്രൈവറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു നമ്മൾ ഗവൺമെന്റിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഗവൺമെന്റ് അത് കൊണ്ടുവന്ന് കുറെ 5-6 വർഷം മരുന്നുണ്ടായിരുന്നു. വീണ്ടും അത് ഗവൺമെന്റ് കോസ്റ്റ്ലി ആണെന്നാ പറയണത്. അതുകൊണ്ട് അത് നിർത്തി വീണ്ടും MR മാത്രമാക്കി ചുരുക്കി. MMR ഇപ്പൊ അല്ല മാം, ഞാനിവിടെ ബത്തേരിയാണ്, വയനാട്ടിലാണ്. ഇപ്പൊ ഇവിടെ 2 സ്കൂളുകള് ഒരു 2 ആഴ്ചത്തേക്ക് പൂട്ടി. എന്താന്നറിയോ? പിന്നെ മാംസായിട്ട് എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഒരാഴ്ച മോക്ക് വന്നിരുന്നു. പിന്നെ അവള് 2 ആഴ്ച ക്ലാസ് പോയിട്ടില്ല. പക്ഷെ നമ്മളെ വീട്ടിലൊന്നുമില്ല, സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. എന്നിട്ട് നമ്മള് ഈ പ്രൈവറ്റില് പിന്നെ പോയിട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അതിനെ എടുക്കണമെങ്കിൽ നല്ല ഇതാ, നമ്മളെ ഗവൺമെന്റിലില്ല ഇപ്പൊ. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞു തന്നിരുന്നു കുട്ടികൾക്ക് അത് നിർബന്ധമായി എടുക്കണമെന്ന്. LKG പഠിക്കുന്നത്. അവരെ ഒരു 2 ആഴ്ച അടച്ചിട്ടിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ സ്കൂളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറിന്റെ മോള് പഠിക്കുന്ന സ്കൂളില് 2 ആഴ്ചയായിട്ട് പോയിട്ടില്ല. കാരണം എന്താണ്, എല്ലായിടത്തും മംസ്, എല്ലാ കുട്ടികൾക്കും മംസാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്ന് ക്ലാസ്സിൽ ഒരു കുട്ടികൾക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിസ് ചെയ്തത് അറിയണോണ്ട് വിട്ടില്ല. കുട്ടിനെ ക്ലാസ്സിലേക്ക് വിട്ടില്ല, കാരണം സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മിസ് ചെയ്തതിൽ വിട്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് വന്നിട്ടില്ല. ബാക്കി ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനടക്കം വന്നു. ക്ലാസ് ടീച്ചർക്ക് അടക്കം വന്നു. ക്ലാസ് മൊത്തം ലീവായിരുന്നു കുറെ നാളത്തേക്ക്. അപ്പൊ മംസ് ഇപ്പൊ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കുട്ടികളിപ്പോ നഴ്സറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അസുഖങ്ങൾക്കുള്ള വാക്സിൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. മംസിന്റെ വാക്സിൻ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളാണെങ്കിൽ കമ്പൽസറി ആയിട്ട് എടുക്കണം കേട്ടോ MMR. കേട്ടോ, ആൺകുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കണം. കാരണം ഇത്തിരി സൈഡ് എഫക്ട് ആൺകുട്ടികൾക്കാണ് അത് വരുന്നത് കേട്ടോ. അത് ഞാൻ ആ പോർഷൻ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് ഇതിനകത്ത് ബേസ്ഡ് ഓൺ IAPCOL റെക്കമെൻഡേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. IAPCOL റെക്കമെൻഡേഷൻ അതെന്തോ അറിയാമോ? എനിക്കത് അറിയത്തില്ല. IAP ഈ തമിഴ്നാട്ടിലെ ഈ ഷെഡ്യൂളിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ബേബി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എഴുതിയിട്ട് ബേസ്ഡ് ഓൺ IAPCOL റെക്കമെൻഡേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. IAPCOL റെക്കമെൻഡേഷൻസ്. ബേബി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ബേസ്ഡ് ഓൺ IAPCOL റെക്കമെൻഡേഷൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, IAP, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, നമ്മുടെ കുട്ടികളുടെ അസുഖങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ആ ഒരു അക്കാഡമി. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അവര് റെക്കമെൻഡ് ചെയ്ത അനുസരിച്ചാണെന്നാണ്. പേര് വന്നു പോയതിനു ശേഷം ഈ വാക്സിൻ എടുക്കുന്നതിനെ കൊണ്ട് കാര്യമുണ്ടോ? എടുത്തു. കാരണം എന്താണെന്നറിയാവോ, പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. എന്റെ മോനിക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ജൂണിൽ അവിടെ നമ്മുടെ നാട്ടിൽ ഇതൊരു സീസൺ പോലെയായിരുന്നു. സ്കൂളിൽ നിന്നാ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ലാസ്റ്റ് വന്നത് എന്റെ ചെറിയ മോനിക്കാ. 2 വയസ്സ് 2 മാസമായി. ഇപ്പൊ 2 വയസ്സ് 2 മാസമായി. ആൺകുട്ടി മോൻ തന്നെയാന്ന്, ഇത്താത്തയുടെ മോൻ തന്നെയാന്ന് ഇത് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് വന്നു പോയി. എന്നിട്ട് എന്റെ മോക്ക് ചെറുതായിട്ട് വന്നു. പിന്നെ എന്റെ മോനിക്ക് ഇതുപോലെ വന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നതിന്റെ തലേന്ന് ഡോക്ടറെ കാണിച്ചിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ. യാത്ര പാടില്ല എന്നറിയാം, പക്ഷെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ചപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷെ ഇനി ആ വാക്സിൻ എടുത്തോണ്ട് കാര്യമുണ്ടോ? അതെ, ഒരു കാര്യം ചെയ്യണം, ഡോക്ടറോട് ചോദിക്കണം. ഓൾറെഡി മംസ് വന്നിട്ടുണ്ട്, അപ്പൊ ഇനി അത് വാക്സിൻ എടുക്കണം. കാരണം നമ്മൾ വാക്സിൻ എടുക്കുന്നത് ഈ അസുഖത്തിന്റെ ആന്റിബോഡീസ് എതിരെയാണ്. ചിലപ്പോൾ ഈ അസുഖം വന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി പ്രതിരോധ ശക്തി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഒന്ന് ഡോക്ടറിനോട് ചോദിക്കാം.
അതുപോലെ അവനിക്ക് 1.5 വയസ്സ് വരെയുള്ള വാക്സിൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ലാസ്റ്റ് വാക്സിൻ എടുത്തത് 1.5 വയസ്സ് വരെയുള്ള വാക്സിനാ. ഇപ്പൊ അവനിക്ക് 2 വയസ്സും 2 മാസമായി. ഇനി അപ്പൊ ഞാൻ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം മിസ് ഒരു കാര്യം പറയട്ടെ, ഫൈസ പറഞ്ഞതിന്റെ ഒരു മറുപടിയാണ്. എന്റെ കുട്ടിക്ക് ഇതുപോലെ മുണ്ടുനീര് വന്നതായിരുന്നു. അപ്പൊ ഞാൻ ഇവൾക്ക് MMR എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ ഹെൽത്തിലേക്ക് വിളിച്ചു ചോദിച്ചായിരുന്നു ഇവർക്ക് മാറിയതിനു ശേഷം എടുക്കണോന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ട കാര്യമല്ല, ഓൾറെഡി അവർക്ക് അതിനുള്ള പ്രതിരോധശേഷി ദേഹത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുകൂടാതെ തന്നെ എന്റെ ഇളയ കൊച്ചിന് വന്നിട്ടില്ല. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത്, അവിടുത്തെ ഹെൽത്തിലെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ ആ കൊച്ചിന് വന്നിട്ടില്ല എങ്കിൽ ഇവരുടെ കഴിഞ്ഞതിന് ശേഷം 15 ദിവസം നോക്കുക, അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് എടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവർക്ക് എടുക്കുകയും ചെയ്തു അത്. അതായത് നമ്മളിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ആന്റിബോഡീസ് വന്നിട്ടുണ്ടാവും. ഒന്ന് ഡോക്ടറോട് ചോദിച്ചേക്ക് എടുക്കണോന്ന്, ജസ്റ്റ് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുക്കണോ വേണ്ടേന്ന്. ഇതെല്ലാം ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നവർക്കാണ് കൂടുതൽ എടുക്കണം. എന്റെ എന്റെ മക്കൾക്ക് വാക്സിനെല്ലാം എടുക്കുന്ന തിരുവനന്തപുരത്ത് കിംസിലാണ്. അപ്പം അവിടുത്തെ മാം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഓരോ വാക്സിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തു പോകുന്ന, ഞങ്ങളപ്പോൾ ഹസ്ബൻഡിന്റെ കൂടെയും ചെന്നൈയിലും കുവൈറ്റിലും എല്ലാം പോകുന്ന മാമിനെ അറിയാം, ഞങ്ങളുടെ ഡോക്ടറിനെ അറിയാം, ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ നിങ്ങൾ പുറത്തു പോകുന്നവരല്ലേ, അപ്പം നിങ്ങൾ ഈ വാക്സിനുകളെല്ലാം എടുക്കുന്നത് നല്ലതാണെന്ന് ഇതുപോലെ മോന് പറഞ്ഞ് അഡീഷണൽ ഈ ചെന്നൈയിൽ എടുക്കുന്ന അഡീഷണൽ വാക്സിനുകളൊക്കെ ഞങ്ങൾ എടുപ്പിച്ചിട്ടുണ്ട് മോന്, ചിലതൊക്കെ അവിടെ തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ ഈ നാട്ടിലുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ പുറത്തു പോകുന്നവർക്ക് ഇതൊക്കെ കുറെ ആവശ്യമുണ്ടെന്ന് അപ്പൊ ഡോക്ടർ ഇതുപോലെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. വാക്സിൻ ഈ അസുഖം മക്സ് വരാത്തവരാണെങ്കിൽ MR മുമ്പ് ഉണ്ടായിരുന്നില്ല നമ്മുടെ. അപ്പൊ ഞാൻ മിസ്സായി പോയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ വാക്സിനേഷൻ, മക്കളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊന്ന് പരിശോധിക്കാം. അതില് വിളിച്ചു വെച്ചോ. എന്താന്ന് വെച്ചാല് ഈ മക്കളുടെ ഈ കഴുത്തിന്റെ തൊണ്ടയുടെ 2 സൈഡിൽ ഇങ്ങനെ നീര് വരുന്നതിനാണോ മുണ്ടിനീരെന്ന് ഉദ്ദേശിക്കുന്നത്, അതോ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ആ ഒരു ഇങ്ങനെ പൊന്തി വരുന്നത്? ഈ 2 സൈഡിലും തൈറോയിഡ് ടോൺസിൽസ് ആയിരിക്കും കേട്ടോ. ടോൺസിൽ. മുണ്ടുനീര് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് ചോദിച്ചാണേ. ശരി ശരി. ഞാൻ വേണമെങ്കിൽ ഇമേജ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്കിത് വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് എന്ന് വെച്ചാല് ചെറുപ്പത്തിലെത്തി, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വന്നത്. അതൊരു എന്താ പറയാ, എല്ലാവർക്കും ഞാൻ എനിക്ക് വീട്ടിൽ എനിക്ക് മാത്രമേ വന്നുള്ളൂ. പക്ഷെ കൂടെ ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ പോകുന്ന എല്ലാവർക്കും ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു ഇമേജ് കാണുന്നില്ല, അതേപോലെ ഒരു ചെറിയ സ്വെല്ലിംഗ് പോലെ ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ ആൺകുട്ടികൾക്ക് അതിന് സൈഡ് എഫക്ട് ഇത്തിരി കൂടുതലാണ്. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെയാണ് എന്റെ മോക്ക് വന്നത്. ഇതേപോലെ വന്നു, ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇപ്പുറത്തേക്കും വന്നു, 2 സൈഡും വന്നു. ഞാനൊന്ന് പറഞ്ഞു, സൈഡ് മാത്രമേ വരും. ചിലവർക്ക് ഈ ലക്ഷണങ്ങളേ ഉണ്ടാവില്ല, സിമ്പിൾ ആയിരിക്കും. നമ്മൾ എങ്ങനെയാണോ മുഖം ഇരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും. അവരാണ് ഈ മുണ്ടുനീര് സ്പ്രെഡ് ചെയ്യണത്. അവർക്ക് അസുഖം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. സോ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. കാരണം അവർക്ക് രോഗലക്ഷണമാണോ ടോൺസിലാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നേ? മുണ്ടുനീരാണെങ്കിൽ നിങ്ങൾക്ക് വീർത്തിട്ടുണ്ടാവും, ഭയങ്കര വേദന ഉണ്ടാവും. ടോൺസിൽസ് ആണെങ്കിൽ ഇവിടെ 2 മുഴയല്ലേ ഉള്ളത്. ഇപ്പൊ ഓൾറെഡി ഉള്ളവർക്ക് പറയുന്നത് കേട്ടോ, ഈ 2 സൈഡ് നമ്മൾ ഈ 2 കൈയില് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു മുഴ വരാണെങ്കിൽ അത് ടോൺസിൽസിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തൈറോയിഡിന്റെ ഉണ്ട്, തൈറോയിഡിന്റെ ആണെന്ന് മനസ്സിലാവും. എനിക്ക് തൈറോയിഡ് കൂടുതലൊക്കെ അങ്ങനെ വരാറുണ്ട്. അതാണെങ്കിൽ വായി തുറന്നിട്ടുണ്ട്, ആ 2 സൈഡിലും നല്ല തടിപ്പുണ്ടാവും. ഏത് വയസ്സിലാണ് എടുക്കേണ്ടത് MMR? ഏത് വയസ്സിലാണ് കുട്ടികൾക്ക് ഇത് എടുക്കേണ്ട ശരിയായ സമയം 1.25 വയസ്സിൽ. അത് പിന്നെ നമ്മൾ 24 മാസത്തിനുള്ളിൽ എടുത്തോ. എന്റെ മോൻ ഇങ്ങനെ വന്നിരുന്നേ, അത് ഡോക്ടർ പറയണ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഡോക്ടർ പറയുന്നത് ഇപ്പൊ നമുക്ക് അസുഖം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അത് എടുക്കണോണ്ട് കുഴപ്പമില്ല, നമ്മൾ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ മോന് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ റൈറ്റ് സൈഡിലെ ടോൺസിലിന്റെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇച്ചിരി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും ചാരവും കൂടി നന്നായിട്ട് അത്യാവശ്യം ചൂടിന് തന്നെ അവിടെ തോരെ ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് കുറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. പക്ഷേ അതിനൊരു മറുപടി പറയട്ടെ. അതിപ്പോ നമ്മൾ അത് അങ്ങനെ ചെയ്തു, തൽക്കാലത്തേക്ക് മാറി. പക്ഷെ നമുക്ക് ആ നീര് നമ്മുടെ അകത്ത് കല്ലച്ച് കിടന്ന അത് പിന്നീടത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ട്. പരമാവധി അങ്ങനെയുള്ള പൊടിക്കൈകളൊന്നും കഴുത്തിൽ ചെയ്യാതിരിക്കല നല്ലത്.
എനിക്ക് ടോൺസിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ കഴുത്തില് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ, ഒരുപാട് ഫങ്ഷൻസുകൾ ഉള്ള സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ തൈറോയിഡിൽ ഒരു വീക്കം വന്നാൽ പോലും ഡോക്ടർ പറയും ഇത് വലുതാവാൻ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൗണ്ടിന്റെ സംഭവങ്ങള്, നമ്മുടെ ചെവിയുടെ കുറെ ഒക്കെ ഇതിന് ബുദ്ധിമുട്ട് വരും. നിങ്ങള് ഇങ്ങനെയൊക്കെ വല്ലതും കണ്ട കഴുത്തിൽ അത് നിങ്ങൾ വലുതാക്കാനോ അല്ലെങ്കിൽ എന്താന്ന് അറിയാനോ വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമ്മുടെ കഴുത്തിൽ കൂടുതൽ നമ്മളൊന്നും പൊടിക്കൈ ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എനിക്ക് ആ പൊടിക്കൈ ചെയ്യുന്ന അതിനോടൊന്നും സപ്പോർട്ട് ഇല്ല കേട്ടോ ഞാനും. കാരണം തൈറോയിഡ് ആണെങ്കിൽ നോർമലി അത് പോകാറുണ്ട്. തൈറോയിഡുള്ള ടോൺസിൽസ് ആണെങ്കിലും അത് 2 ആഴ്ച വേദന ഉണ്ടാവും, അത് മാറും. അത് അങ്ങനെ വന്ന് പോണൊരു അസുഖങ്ങളാണ്. അത് വേറെ പ്രശ്നമുള്ള സൈഡ് എഫക്റ്റ് ഒന്നും വലുതായിട്ട് ഉണ്ടാവില്ല. മോന് അങ്ങനെ ചെയ്തുകൊണ്ട് മാറി എന്നുണ്ടാവില്ല കേട്ടോ. അത് ഒന്നും ഒരു ഡോക്ടറെ കാണിക്കാം, അത്രയും വലിയ ഇതൊന്നും ഇല്ലല്ലോ. കാണിക്കുന്നത് നല്ലതായിരിക്കും. മിസ്സേ 2 ദിവസത്തേക്ക് അത് ഉണ്ടായുള്ളൂ. കാരണം ഞാനത് അവനെ സ്കൂളിൽ ഒരു ദിവസം വിടാതെ തന്നെ നന്നായിട്ട് ഇത് തോര ഇട്ട് കൊടുത്തു, ഉപ്പും ചാരവും കൂടെ ചൂടാക്കി. എനിക്കും ഇങ്ങനെ കുഞ്ഞില് വന്നിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ട് ടോൺസിൽ വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ കൊച്ചിനത് വന്ന് ഇച്ചിരി രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നില്ലേടാ. അത് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എഫക്ട് അങ്ങനെ കാണിക്കുന്നതാണ്. ഞാൻ എന്റെ തോട്ട് ഇൻഫെക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും. ഒരു 2-3 മാസം മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് തോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. അത് നമുക്ക് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇടുക്കിയിലാണ്. അപ്പൊ രാവിലെ നല്ല തണുപ്പാണ്. ഈ തണുപ്പടിക്കുമ്പോഴത്തേക്കും സമയത്ത് എനിക്കും വരാറുണ്ട് പറഞ്ഞ പ്രശ്നം. അപ്പൊ ഞാൻ തൈറോയിഡ് ചെക്ക് ചെയ്യും. കാരണം തൈറോയിഡിനെ കൂട്ടിയിട്ടാണെന്ന് അറിയാൻ പറ്റുന്നത്. തൈറോയിഡ് നോർമൽ ആണെങ്കിൽ ഞാൻ ഡോക്ടറെ പോയിട്ട് ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞ പ്രാവശ്യം. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു. കാരണം ക്ലാസ് എടുക്കാണ്, കൂടുതൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ഒട്ടും പറ്റുന്നില്ല, സൗണ്ട് പോലും വരാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു. ഞാൻ അതിന് ആന്റിബയോട്ടിക് എടുക്കുക ചെയ്തത്. ഡോക്ടറെ കണ്ടു ഞാനത്. എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് ചെറുപ്പം മുതലേ ഉണ്ട്. ഒരു 13 years മുതല് 13 വയസ്സ് ആ ഒരു ഏജ് മുതൽ ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം തൈറോയിഡിന് എന്തോ ഒരു സൈഡ് എഫക്റ്റ് ആണ്, അത് കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെയാ വരുന്നതെന്നൊക്കെ നന്നായിട്ട് അറിയാം. സോ ഇതിന്ന് എന്ത് അസുഖമായിട്ട് തിരിയുന്ന പോലും എനിക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്, മുൻകൂട്ടി എടുക്കാറുണ്ട്. നമ്മള് ശരിയാണ്. കാരണം എന്റെയൊക്കെ ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് അല്ലേ. നമ്മൾ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞ സൗണ്ടാണ്. അപ്പൊ അതിനൊരു ദോഷം വന്ന രീതിയിലൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോ നമ്മള് ക്ലാസ്സിലേക്ക് വരാം. അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ കുറിച്ചിട്ടാണ്. അത് ഏത് ടൈമിലാണ്, ഏത് വാക്സിൻ ആണ്, എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്നാണ്. ഇനി നമുക്ക് ഏകദേശം ഞാൻ പറയുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതല്ലാത്ത 2-3 അസുഖങ്ങളുണ്ട്. ഞാൻ പറയാം ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന്. ഡിഫ്തീരിയ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഓക്കെ, നാളെ ഡിഫ്തീരിയനെ കുറിച്ചിട്ട് ആര് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും? ഇന്ന അസുഖമാണ്, ഞാൻ വേണമെങ്കിൽ ഇമേജ് ഒക്കെ ഇട്ടുതരാം കേട്ടോ. അപ്പൊ ഇന്ന അസുഖമാണ്, ഇന്ന ബാക്ടീരിയ, ഇന്ന ഇത് മൂലമാണ് വരുന്നതിന്റെ സൈഡ് എഫക്ട് ഇന്നതായിരിക്കും. ഞാൻ ആ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് പറഞ്ഞ സമയത്ത് കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ കൂടുതൽ ആഡ് ഓൺ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആക്കാം. ആരാ പ്രസന്റ് ചെയ്യാം? ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കട്ടെ. ആരാണ്? മോനിഷയാണ് ഡിഫ്തീരിയ പറയുന്നത്. എന്താണ്? അപ്പൊ മോനിഷ ഡിഫ്തീരിയനെ കുറിച്ച് പറയും. പെർട്ടിസൈസ് എന്നുവെച്ചാൽ മൂഫിംഗ് കഫിനെ കുറിച്ച് ആരാ പറയുന്നേ? മൂഫിംഗ് കഫ് മാം ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ മതി, അതായിരിക്കും നല്ലത്. റെസ്ന മൂഫിംഗ് കഫ് കേട്ടോ. റെസ്ന മൂഫിംഗ് കഫ്, ടെറ്റനസ് അമ്പിളി, പിന്നെ പോളിയോ. പോളിയോ ആരാണ്? നാളെ ക്ലാസ്സിൽ എല്ലാവരും വേണോട്ടോ. ഈ പറയുന്ന എല്ലാവരും ക്ലാസ്സിൽ വേണേ. പോളിയോ ഞാൻ പറയാം മാം. ഓക്കെ, ശ്യാമള അല്ലേടാ? ശംല. ശംല, ഓക്കെ സോറി, ശംല. പോളിയോ മോനാണ്. മീസിൽസ് ഹബീബ. മീസിൽസ് ഹബീബ, ഓക്കെ അല്ലേ? റുബെല്ല തമന്ന. റുബെല്ല തമന്ന പറയണം. ഞാൻ പറയാം. നാളെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും മാം, അതാ ഞാൻ മിണ്ടാതെ ഇരുന്നത്. ചിലപ്പോ റൂബല്ല ഞാൻ പറയാം മാം. ഏതാണ് റുബെല്ല? ഞാൻ പറയാം. തമന്ന പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? ഓക്കേടാ, ഓക്കെ ഞാൻ പറയാം.
റുബെല്ല. ഇനി മംസ് ഉണ്ട്. മംസ് ഞാൻ പറയാം. ആരാണ്? ആയിഷ. ഓക്കെ, മംസ് ആയിഷ. പിന്നെ ഞാൻ പറയുന്ന അസുഖം ട്യൂബർകുലോസിസ്. അത് ഞാൻ പറയാം. ആരാണ്? സജിത. സിന്ധുവിന് എടുത്തു തരാം കേട്ടോ. സജിത ട്യൂബർകുലോസിസ്. സിന്ധുവിന് ടൈഫോയിഡ്. സോറി, ടൈഫോയിഡിനെ കുറിച്ചിട്ട് സിന്ധു പറയട്ടാ. ഓക്കെ മാം. മാം ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, എന്റെ പേര് സിന്ധു എന്നല്ല, അർച്ചന എന്നാണേ. കുഴപ്പമില്ല, എല്ലാരും അങ്ങനെയാണ് പറയുന്നത്, ഞാൻ തിരുത്തിന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞത് എനിക്ക് ടൈഫോയിഡ്. സെറ്റ് ആണല്ലോ. ഇനി അടുത്തൊരു അസുഖമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി. ഞാൻ പറയാം മാം. ഓക്കെ, ധന്യ ഹെപ്പറ്റൈറ്റിസ് ബി. ഓക്കെ, ഏത് അസുഖമുള്ളത്? ഏകദേശം കഴിഞ്ഞു എല്ലാ അസുഖത്തിനും. BCG-നെ കുറിച്ച് ഒരാൾ പറ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറയാന്ന് മെസ്സേജ് അയച്ച ആളുണ്ട്. BCG വാക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയട്ടോ. അപ്പോ നാളത്തെ ക്ലാസ് എടുക്കുന്നത് ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. സോ വ്യക്തമായിട്ടും നല്ല എന്താ പറയുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ, ഇനി നമുക്ക് ഈ അസുഖങ്ങളെ കുറിച്ചിട്ട് ബാക്കിയുള്ള ഒരു കുട്ടിക്ക് ആ അസുഖങ്ങളെ കുറിച്ചിട്ട് ഡൗട്ട് തോന്നാനായിട്ട് പാടില്ല. IPV വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ആണ്. നാളത്തെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, നാളത്തെ ആക്ടിവിറ്റി ബട്ടൺ ഫ്രെയിം അല്ലേ, നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഇത് ഏതാണ്? ഈ പറഞ്ഞ അസുഖങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഈ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണോ എക്സാമിന്? എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാല് 50% നമുക്ക് സിലബസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ജിഷ്ണ ടീച്ചറിനോട് ചോദിച്ചു നോക്കിക്കോ. ബാക്കി 50% പുറത്തുനിന്നാണ്. സോ നമുക്ക് എങ്ങനെ ചോദിച്ചാലും അത്രയും നല്ലൊരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. കാരണം ഇവിടെ പഠിക്കുന്ന ബാക്കി ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പുറത്തുനിന്ന് 50% ആണെങ്കിൽ പോലും അവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ മാറി നിൽക്കാം, അങ്ങനെയല്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുകയാണ് ഞങ്ങള്. മനസ്സിലായോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഒരു ചാപ്റ്റേഴ്സും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കേടാ. അപ്പോ ഇത് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന പോർഷൻ പുറത്തുനിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാലോ അത്. നമ്മള് സാധാരണ നമ്മൾ വിചാരിക്കും സിമ്പിൾ അല്ലേ, വായിച്ചു പോയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രിപ്പറേഷൻ ആണ് ഞങ്ങളുടെ. ഓക്കെ, അപ്പോ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല? ഞാൻ പറയാം. മോനിഷയാണ്. ആരാ പറഞ്ഞോട്ടാ? ഒരു ഫോട്ടോ പറയാം മാം. The only way to do great work is to love what you do. Steve Jobs. Thank you.